ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയരെ, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരമോന്നത പരമാധികാര പണ്ഡിത സഭയാണ് സമസ്ത. ആ സമസ്തയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചില തർക്ക വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചേർന്ന മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി അവർകൾ പ്രസിഡന്റ് ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ ഇരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തൽക്കാലത്തേക്ക് മുഷാവറ പിരിയുകയും പിന്നീട് ചേരാമെന്നുമുള്ള തീരുമാനവും നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ വായിച്ചും അറിഞ്ഞും കഴിഞ്ഞതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ പ്രസിഡന്റ് പ്രസ്തുത മീറ്റിങ്ങിൻ്റെയും പ്രസിഡന്റ് പറഞ്ഞാൽ അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കേണ്ടതായിരുന്നു, ഉമർ ഫൈസി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ ഫൈസിയുടെ പരമാധികാര പ്രസിഡന്റ് അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളല്ല, അത് പിണറായി വിജയനാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയും നീട്ടിപ്പരത്തി ഒരുപാട് വിശദീകരണങ്ങളൊന്നും നൽകിയിട്ട് കാര്യമില്ല. ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ ചിലരിൽ നിന്നു മോശമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റായിരുന്നു എന്നത് വസ്തുതയാണ്. അതുപോലെ തന്നെ സമസ്തയിലെ അപൂർവം ചില നേതാക്കളിൽ നിന്നും അപക്വമായ പരസ്യ പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. CIC വിഷയമൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കുമായിരിക്കും. പക്ഷേ ബഹുമാന്യനായ പാണിക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കാലിയാവാൻ അധികാരമില്ല, അതിനുള്ള വിവരമില്ല എന്ന് ഉമർ ഫൈസി പേരെടുത്ത് പറയാതെ, എന്നാൽ മുഴുവൻ ഭക്ഷണം കഴിക്കുന്ന മലയാളിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് പരസ്യമായിട്ടായിരുന്നു. അങ്ങനെ ആണെങ്കിൽ തന്നെ അദ്ദേഹം കാലിയാവാൻ അധികാരമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നൊന്നും ഈ വിനീതനറിയില്ല. പക്ഷേ അത് പരസ്യമായിട്ടാണോ പറയേണ്ടിയിരുന്നത്? കാലിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു വേദിയിൽ വെച്ചാണോ? അതതിൻ്റെ മഹല്ല് ഭാരവാഹികളും അങ്ങനെയുള്ള ഒരു പുറമേ നിന്ന് ആരെയും ഉൾക്കൊള്ളാത്ത ഒരു പരസ്യവേദിയിലല്ലാതെ ഒരു മീറ്റിങ്ങിലാണ് സാധാരണ കാലിമാരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ വിനീതൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഇനി സമസ്തയിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ അഭിപ്രായം സമസ്തയുടെ മീറ്റിങ്ങുകളിൽ, സ്വകാര്യ മീറ്റിങ്ങുകളിൽ, ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ മാത്രമല്ലേ പറയേണ്ടിയിരുന്നത്? തിരിച്ച് മുസ്ലിം ലീഗിലെ ചില നേതാക്കളിൽ നിന്നും അപക്വമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ചികഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ അടിസ്ഥാന കാരണം കേരളത്തിൽ ഏറ്റവും വലിയ 8 വർഷത്തോളമായി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുർവാ സംഘമായി മാറിക്കഴിഞ്ഞ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ അഴിമതികൾ ഒളിപ്പിച്ചു വെക്കാൻ വീണ്ടും അധികാരത്തിലെത്തേണ്ടതുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റുകളും പിണറായിക്ക് വോട്ട് ചെയ്യില്ല ഇനി എന്ന് അറിയാവുന്നതും പിണറായി വിജയന് തന്നെയാണ്. അതുകൊണ്ടാണ് കുറച്ച് കാലഘട്ടമായി മുസ്ലിം ലീഗിനെ വെള്ളപൂശിക്കൊണ്ട് മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണെന്നും മുസ്ലിം ലീഗിനെ LDFിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള 18 അടവും പയറ്റിയിട്ടും അത് പരാജയപ്പെട്ട KT ജലീലും പിണറായി വിജയനും അടങ്ങുന്ന സംഘം, അവരുടെ അതിതീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ സമസ്തയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെയും. കാരണം സമസ്തയെ പിളർത്തുക, അല്ലെങ്കിൽ സമസ്തയെ ഒന്നടങ്കം ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ പിണറായിസത്തിലേക്ക് വലിച്ചെടുക്കുക, ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഉള്ളിൽ പലതും പറയുന്നുണ്ടാവാം, പരസ്യമായി അവർ പറയില്ല. അവരുടെ രഹസ്യ അജണ്ട കേരളം ഇതിനു മുമ്പ് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുക്കം ഉമർ ഫൈസിയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളല്ല എന്ന് വളരെ വ്യക്തമായി പറയും. കാരണം അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എത്ര വിമർശിച്ചാലും ശരി, നിലവിൽ കമ്മ്യൂണിസ്റ്റ് ആലയത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മാത്രമല്ല ഏതൊരു പാർട്ടിയുമായും സമസ്തക്ക് സഹകരിക്കാം, സമസ്തയുടെ നേതാക്കൾക്കും സഹകരിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ വ്യക്തിപരം മാത്രം. പക്ഷേ സമസ്തയുടെ അണികളെ കൂടി, ബഹുഭൂരിപക്ഷം സമസ്തയുടെ പ്രവർത്തകർ ലീഗ് പ്രവർത്തകരാണ്, ബഹുഭൂരിപക്ഷം ലീഗ് പ്രവർത്തകർ സമസ്തക്കാരുമാണ്. പിന്നെ മുജാഹിദ് വിഭാഗക്കാരുമുണ്ട്. മുജാഹിദ് വിഭാഗക്കാരെ ഒരു സമുദായത്തെയും ഹൈന്ദവ സഹോദരങ്ങളെപ്പോലെ മുസ്ലിം ലീഗിൽ നിന്ന് മാറ്റി നിർത്താതെ പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വരുന്ന ഹൈന്ദവരെ പോലും സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം
വഹാബികൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഈ ലീഗ് വിരുദ്ധ വിഭാഗം പറയുന്നത്. വഹാബികൾ എന്താ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നവരല്ലേ? വഹാബികളെ സമസ്തയിൽ തിരികെ കയറ്റാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും സമസ്തയും ഈ രാജ്യത്ത് പ്രവർത്തനം തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വഹാബികളുണ്ട്. അന്നും മുസ്ലിം ലീഗിൽ വഹാബികളുണ്ട്. ഇന്നും ജനസംഖ്യാനുപാതികമായ വളർച്ചക്കനുസരിച്ച് മാത്രമാണ് മുസ്ലിം ലീഗിലും വഹാബികളുണ്ടാവുക. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരെയും സ്വീകരിക്കേണ്ടി വരും. പക്ഷേ സമസ്തക്ക് അത് നോക്കേണ്ടതും ആവശ്യമില്ല. സമസ്തക്ക് വഹാബികളെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ സമസ്തയിലേക്ക് വഹാബിസത്തെ തള്ളിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വിഷയം ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കളിൽ പലർക്കും പ്രവർത്തകർക്കും അറിയാത്ത ഒരു രഹസ്യം. ഉമർ ഫൈസി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഏജൻറ്റ് മാത്രമാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ തെറി വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. സത്യം അതാണ്. കാരണം അതിന് നിരവധി തെളിവുകളുണ്ട്. പിണറായി വിജയൻ പറയും പോലെ തന്നെ അദ്ദേഹവും പറയുന്നു. ജമാഅത്ത് ബന്ധം മുസ്ലിം ലീഗിൽ ആരോപിക്കുന്നു അദ്ദേഹം. അത് പിണറായി വിജയൻ്റെ പുതിയ ആരോപണമാണ്. ലീഗിനെ കുറേ കാലം മാടി വിളിച്ചു, പക്ഷേ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കുറുക്കൻ്റെ സ്വഭാവം കാണിക്കുന്ന പിണറായി വിജയൻ പറയുന്നു ജമാഅത്തുമായി ബന്ധമുണ്ടെന്ന്, ജമാഅത്തിൻ്റെ വോട്ട് കിട്ടിയെന്ന്. രാജ്യത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജമാഅത്തുമായി സംസാരിക്കുകയും ജമാഅത്തിൻ്റെ വോട്ട് വാങ്ങുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് പിണറായി വിജയൻ. അത് രാഷ്ട്രീയമാണ്. അത് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തുകാരെ പോലെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. ജമാഅത്തുമായി മുസ്ലിം ലീഗ് സഹകരിക്കുന്നു എന്ന് ഉമർ ഫൈസിയും പറയുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ പി ജയരാജൻ മുക്കം ഉമർ ഫൈസിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് കണ്ടെത്തി അവിടെ എത്തുന്നു. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, വരാം, ഒന്നിച്ച് സഹകരിക്കാം. ഒരു സമസ്ത പ്രവർത്തകന് ഇടതുപക്ഷമായി ചേർന്ന് സഹകരിക്കാം. അത് പരസ്യമായി പറയണം. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, ഒരു തെറ്റുമില്ല. ഞാൻ മുസ്ലിം ലീഗ് ചിന്താഗതിക്കാരനാണ്, ഒരു തെറ്റുമില്ല. ഞാൻ കോൺഗ്രസ് ചിന്താഗതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ പ്രവർത്തിക്കാം. പക്ഷേ സമസ്തയിൽ അത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ രഹസ്യമായി പിണറായി വിജയന് വേണ്ടിയാണ് മുക്കം ഉമർ ഫൈസി സ്വന്തം പ്രസിഡന്റിനെ അനുസരിക്കാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് അദ്ദേഹം തന്നെ തെളിയിച്ചു തന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരും മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഇത് ജിഫിരി തങ്ങളെപ്പോലും അനുസരിക്കാത്ത മുക്കം ഉമർ ഫൈസിയുടെ പ്രവർത്തനം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അതിൻ്റെ പിന്നിലെ അജണ്ട വൻ ഒളി അജണ്ടയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് വേണ്ടത് സമസ്തയെ ഒന്നുകിൽ ഭൂരിപക്ഷം സമസ്ത പിണറായിസത്തോട് ചേർന്ന് നിൽക്കുക, അല്ല എന്നുണ്ടെങ്കിൽ പിളർത്തിയാണെങ്കിലും അത് സാധിച്ചെടുക്കുക. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് തടയിടാൻ വേണ്ടി മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞിട്ടുള്ള തെറ്റുകൾ ഉണ്ടാവാം. പക്ഷേ ആ തെറ്റുകളും ആവർത്തിക്കാൻ പാടില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീരാവുമായിരുന്ന ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയതിൻ്റെ പിന്നിൽ ഈ രഹസ്യ അജണ്ടയാണ് എന്നത് യാഥാർത്ഥ്യം മാത്രമാണ്. ബാക്കിയെല്ലാം ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. ജയ് ഹിന്ദ്.